LP UP CATET Education and Child Psychology Class 24 എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എറിക് എച്ച് എറിക്സൺ. ഇതിൽ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അതായത് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ആവിഷ്കരിച്ചത് ആര്? എറിക് എച്ച് എറിക്സൺ. ഇത് ഓർത്തു വയ്ക്കുക, ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എറിക് എച്ച് എറിക്സൺ. മനോസാമൂഹിക വികാസം 8 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പ്രതിസന്ധിയുണ്ടെന്നും അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നും അദ്ദേഹം സിദ്ധാന്തിക്കുന്നു. ഓരോ ഘട്ടത്തിൻ്റെയും പേര് സൂചിപ്പിക്കുന്നത് ആ കാലത്തെ പ്രതിസന്ധിയെയാണ്. എറിക് എച്ച് എറിക്സന്റെ 8 ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, വിശ്വാസം അവിശ്വാസം, ട്രസ്റ്റ് വിയസ് മിസ്ട്രസ്റ്റ്, ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ്. സെക്കൻഡ് വൺ, സ്വാശ്രയത്വം ലജ്ജയും സംശയവും, ഓട്ടോണോമി വിയസ് ഷെയിം ആൻഡ് ഡൗട്ട്, 1.5 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയാണ്. തേർഡ് വൺ, മുൻകൈയെടുക്കൽ കുറ്റബോധം ഇനീഷ്യേറ്റീവ് വിയസ് ഗിൽട്ട്, 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയാണ്. ഫോർത്ത് വൺ, ഊർജ്ജസ്വലത അപഹർഷത ഇൻഡസ്ട്രി വിയസ് ഇൻഫീരിയോറിറ്റി, 6 തൊട്ട് 12 വയസ്സ് വരെയാണ്. ഫിഫ്ത്ത് വൺ, വ്യക്തിത്വ സ്ഥാപനം വ്യക്തിത്വ പ്രതിസന്ധി ഐഡന്റിറ്റി വിയസ് റോൾ കൺഫ്യൂഷൻ, കൗമാരകാലം 12 തൊട്ട് 18 വയസ്സ് വരെയാണ്. സിക്സ്ത് വൺ, ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ ഇൻറ്റിമസി വിയസ് ഐസൊലേഷൻ, യൗവനം 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയാണ്. സെവൻത്ത് വൺ, സർഗാത്മകത അലസത ജനറേറ്റിവിറ്റി വിയസ് സ്റ്റാഗ്നേഷൻ, മധ്യവയസ്സ് 35 തൊട്ട് 60 വയസ്സ് വരെയാണ്. എയ്ത്ത് വൺ, സമഗ്രത നിരാശ ഈഗോ ഇൻറ്റഗ്രിറ്റി വിയസ് ഡെസ്പയർ, വാർദ്ധക്യം 60 വയസ്സിന് ശേഷം. ഇത്രയാണ് എറിക് എച്ച് എറിക്സന്റെ 8 ഘട്ടങ്ങൾ. ഇതിൽ വിശ്വാസം അവിശ്വാസം, സ്വാശ്രയത്വം ലജ്ജയും സംശയവും, മുൻകൈയെടുക്കൽ കുറ്റബോധം, ഊർജ്ജസ്വലത അപഹർഷത, വ്യക്തിത്വ സ്ഥാപനം വ്യക്തിത്വ പ്രതിസന്ധി, ഈ ഫസ്റ്റത്തെ 5 ഘട്ടം അത് നന്നായി പഠിക്കുക. മിനിമം 5 ഘട്ടമെങ്കിലും എറിക് എച്ച് എറിക്സന്റെ പഠിച്ചിരിക്കണം, ഫസ്റ്റത്തെ 5 ഘട്ടം. പിന്നെ അതിൻ്റെ വയസ്സ്, ഇത് നന്നായി പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് നന്നായി വരാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ 5 ഘട്ടം നന്നായി പഠിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും കാറ്ററ്റ് പാസ്സാവും. പിന്നെ 6, 7, 8 അതായത് ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ, സർഗാത്മകത അലസത, സമഗ്രത നിരാശ, ഈ 6, 7 ഘട്ടം എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാലും കുഴപ്പമില്ല. മിനിമം 5 എണ്ണം പഠിക്കണം, മാക്സിമം 8. ഓക്കെ, താങ്ക് യു.